വെൽക്കം ബാക്ക് ടു സൈലബ് ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കയ്യെത്തും ദൂരത്ത് ആകാശം. അപ്പൊ നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കട്ടയ്ക്കുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷന് കുറച്ചും കൂടെ കരുത്ത് പകരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിക്കുക. ചില സമയത്ത് അല്ലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മിസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഇത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ഇതാണ് സുനിത വില്യംസ് അല്ലെ. ഇന്ത്യൻ വംശജയായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. അപ്പൊ സുനിത വില്യംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെന്താണ് ഒരുപാട് നാളുകളായിട്ട് 100-ലധികം ദിവസങ്ങളായിട്ട് ബഹിരാകാശ നിലയത്തിൽ താമസിക്കുകയാണ്. അപ്പൊ അവർക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വാർത്ത നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അപ്പോ ബഹിരാകാശ നിലയത്തിലുള്ള സഞ്ചാരികൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരിക എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുക അല്ലെ. അപ്പൊ എന്താണ് ബഹിരാകാശ നിലയത്തിലുള്ള ബഹിരാകാശ യാത്രികരുടെ അവസ്ഥ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു ചിത്രം കാണുന്ന സമയത്ത് തന്നെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ സുനിത വില്യംസ് നോക്കിക്കേ എങ്ങനെയാണുള്ളത് അല്ലെ. ബഹിരാകാശ നിലയത്തിൽ ഇതാ നോക്കിക്കേ, ഇങ്ങനെ പറക്കുന്നത് പോലെയാണ് അല്ലെ നിൽക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറക്കുന്നത് പോലെ നിൽക്കേണ്ടി വരുന്നത്? ബിക്കോസ് ദർ ഇസ് നോ ഗ്രാവിറ്റി അല്ലെ. അവിടെ എന്തില്ല? ഗ്രാവിറ്റി ഇല്ല. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്ത് എഴുതാം. ദർ ഇസ് നോ ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകർഷണ ബലം ഇല്ല. അതുപോലെ തന്നെ അവിടെ എന്താണ്? നോ എയർ. അവിടെ എയർ ഉണ്ടോ? എയർ ഇല്ല അല്ലെ. വായു ഇല്ല. അപ്പൊ വായു ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇവിടുന്ന് കൊണ്ടുപോകണം. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെ. അത് മാത്രമല്ല, ഇവർക്ക് കൃത്യമായിട്ട് കിടക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇരിക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ഇങ്ങനെ വായുവിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അധികം ഉണ്ടാവുകയില്ല. നോക്കിക്കേ, അവരുടെ മുടിയൊക്കെ നിൽക്കുന്നത് നോക്കിക്കേ നിങ്ങൾ അല്ലെ. യെസ്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള അല്ലെ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറേ എക്സസൈസുകൾ, കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇവര് അനുഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി കുറെ ആകുമ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് വീക്കായി വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ ചിലപ്പോൾ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാവും സുനിത വില്യംസിന്റെ അല്ലെ ഉയരം വല്ലാതെ ക്രമാതീതമായിട്ട് കൂടുന്നതായിട്ട്. അതും ഈ ബഹിരാകാശത്ത് ഒരുപാട് നാളുകൾ നിൽക്കുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അതുപോലെ തന്നെ നട്ടെല്ലിന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? ഒരുപാട് കാലം ബഹിരാകാശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലേ, അവിടെ കൃത്യമായിട്ട് ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഫുഡ് സാധാരണ വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് കുടിച്ചു കഴിഞ്ഞാലും അല്ലെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും അതിങ്ങനെ പറന്ന് നടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുകളും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസികൾ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ബഹിരാകാശ യാത്രികർക്ക് ബഹിരാകാശ നിലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രത്യേകിച്ച് ഗ്രാവിറ്റിയെ കുറിച്ച് അല്ലെ, എയർ ഇല്ലാത്ത അവസ്ഥകളെ കുറിച്ച്, അവരെപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഒരു അവസ്ഥ കൊണ്ട് അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ബോധവാന്മാരാവുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ മിസ്സിന് പറയാനുണ്ട്. സൗരയൂഥം അല്ലേ. സൗരയൂഥം എന്ന് പറഞ്ഞാൽ എത്ര പ്ലാനറ്റ്സ് ആണുള്ളത്? 8 പ്ലാനറ്റ്സ് ആണ് അല്ലെ. ആ 8 പ്ലാനറ്റ്സിന്റെ ഓർഡർ നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ പഠിച്ചു വെക്കുക. എവിടെയാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്, ഏത് പ്ലാനറ്റ്സിന്റെ ഇടയ്ക്കാണ് എന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇപ്പൊ ശുക്രനും ചൊവ്വയ്ക്കും ഇടയിലാണ് ഭൂമി ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആരാണ്? അത് ബുധനാണ് അല്ലെ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലെ, ഏറ്റവും പുറകിലോട്ട്, അതായത് ഏറ്റവും സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് ആരാണ്? അത് നെപ്റ്റ്യൂൺ ആണ്. പ്ലൂട്ടോ എന്ന് പറയുന്ന പ്ലാനറ്റ് ഇപ്പൊ എന്താണ്? ഡ്വാർഫ് പ്ലാനറ്റ് ആണ്, അഥവാ
കുള്ളൻ ഗ്രഹമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഭിമാന പ്രൊജക്റ്റ് ആയിട്ടുള്ള ചാന്ദ്രയാനെ കുറിച്ച് നന്നായിട്ട് വായിച്ചു വെക്കുക. 3 ചാന്ദ്ര ദൗത്യങ്ങളാണുള്ളത്. ചാന്ദ്രയാൻ 1, ചാന്ദ്രയാൻ 2, ചാന്ദ്രയാൻ 3. ഇപ്പൊ ചാന്ദ്രയാൻ 3യെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വിക്രം റോവറിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.